Hello, good morning. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിൽ വരുന്ന ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷർ, ആ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ എവിടെയാണ്, പിന്നെ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിൽ ടോട്ടൽ പ്രഷറിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്. ഓക്കെ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കാൻ പോണ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് സബ്മേർജ്ഡ് ഇൻ ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പോൾ കൺസിഡർ എ പ്ലെയിൻ സർഫസ്. ഈ പ്ലെയിൻ സർഫസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർബിട്രറി ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അത് ലിക്വിഡിൽ ഇങ്ങനെ ഇമേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആണോ? ലിക്വിഡ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിക്വിഡ് ഇമേഴ്സ് ചെയ്യുന്നത് ഒരു ഇൻക്ലിനേഷനിലാണ്, തീറ്റ ഇൻക്ലിനേഷനിൽ എന്താണ് ഇത് ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഈ തീറ്റ ഇൻക്ലിനേഷൻ വിത്ത് ഫ്രീ സർഫസ് ആണ്. ഓക്കെ, ഇതിന്റെ പ്രൊജക്ഷൻ ആണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ ആണോ? അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ഫ്രീ ലിക്വിഡ് സർഫസ് കാണാം, ഇതിനകത്ത് ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് കാണാം. ഓക്കെ, അതിന്റെ പ്രൊജക്റ്റഡ് ഏരിയ ആണ് ഈ കാട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ കുറച്ച് ടേംസ് പറയണം. ഓക്കെ, നമുക്ക് ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനും സെൻറ്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനും കുറച്ച് ടേംസ് പറയണം. ആ ടേംസിൽ ഫസ്റ്റിലത്തത് വരുന്നത് ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? ടോട്ടൽ ഏരിയ ഓഫ് ഇൻക്ലൈൻഡ് സർഫസ്. ഓക്കെ, ഈ ഇൻക്ലൈൻഡ് സർഫസിന്റെ ടോട്ടൽ ഏരിയ. ഇനി അടുത്തത് എച്ച് ബാർ. എച്ച് ബാർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, എച്ച് ബാർ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രീ ലിക്വിഡ് സർഫസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് എച്ച് ബാർ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? എച്ച് സ്റ്റാർ. എച്ച് സ്റ്റാർ എന്താണ്? എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ. ഓക്കെ അല്ലേ? ഇനി തീറ്റ എന്താണ്? തീറ്റ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആൻഡ് ദിസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ്. ഓക്കെ അല്ലേ? ഇത്രയും ടേംസ് ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിന്റെ ഈ ഒരു ലൈൻ, ആ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിന് പറയുന്ന പേരാണ് O. ഓക്കെ, ആ പോയിന്റ് അല്ലെങ്കിൽ ഈ ലൈന്, ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിന്റെ അത് ലൈ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കുകയാണ്? ഒരു ആക്സിസ് വരയ്ക്കുകയാണ്. ആ ആക്സിസിന്റെ പേര് OO. ഓക്കെ, ഇനി ഈ OO ആക്സിസിന് എബൌട്ട് ആയിട്ട് വരുന്ന ഡിസ്റ്റൻസുകൾ നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഈ OO ആക്സിസിന് എബൌട്ട് ആയിട്ട് നമ്മുടെ പ്ലെയിൻ സർഫസിന്റെ CGയിലോട്ട് വരുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? Y ബാർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം Y ബാർ. ഓക്കെ, Y ബാർ എന്താ? ഡിസ്റ്റൻസ് ഓഫ് CG ഫ്രം OO ആക്സിസ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റർ ഓഫ് പ്രഷർ ഉണ്ട്. OO ആക്സിസിൽ നിന്ന് സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് Y സ്റ്റാർ. അപ്പോൾ അതെന്താണ്? ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം OO, ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം OO. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇവിടെ ഈ ഒരു ആർബിട്രറി പ്ലെയിൻ സർഫസിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യാണ്. ആ സ്മോൾ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? DA. ഓക്കെ, ടോട്ടൽ ഏരിയ A ആണ്, അതിൻ്റെ ഒരു പാർട്ടാണ് DA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം Y ബാർ, Y സ്റ്റാർ, DA ഇത്രയും ക്ലിയർ ആണ്. അടുത്ത എന്താണ്? ഡെപ്ത്. നമുക്ക് ഫ്രീ സർഫസിൽ നിന്ന് നമ്മൾ ഡെപ്ത് മെഷർ ചെയ്യുന്നത് H ആയിട്ടാണ്. എത്ര ഡെപ്ത് ആണ് വരിക, അത് ഡെപ്ത് H ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. ഇനി അടുത്ത എന്താണ്? Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഈ ഫ്രീ സർഫസ്, നമ്മുടെ ഈ ഒരു OO ലൈനിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു സ്ട്രിപ്പിലോട്ടുള്ള ഡിസ്റ്റൻസിനാണ് Y എന്ന് പറയാം. ഓക്കെ, ഏത് സ്ട്രിപ്പ് വേണമെങ്കിലും ആകാം. Y എന്തായിരിക്കും? OOയിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്? Y എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സ്ട്രിപ്പ് ഫ്രം OO ആക്സിസ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇത്രയും കാര്യം പറഞ്ഞു കഴിയുമ്പം നമുക്ക് എന്താ ഇക്വേഷൻസിലോട്ട് പോവാം. നമുക്ക് പ്രഷർ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. പ്രഷർ ഇന്റൻസിറ്റി P is equal to എന്താണ്? റോ ജി എച്ച് അല്ലെ? P is equal to റോ ജി എച്ച്. റോ ഡെൻസിറ്റി ഓഫ് വാട്ടർ, G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, H എന്താണ്? ഡെപ്ത് ഫ്രം ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് അല്ലെ? പ്രഷർ ഇന്റൻസിറ്റി P ആണെങ്കിൽ പ്രഷർ ഫോഴ്സ് DF എങ്ങനെ കണ്ടുപിടിക്കാം?
പ്രഷർ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ ചെയ്താൽ പോരെ? പ്രഷർ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് വാട്ട്? സ്മോൾ ഫോഴ്സ് അല്ലേ, പ്രഷർ ഫോഴ്സ് DF സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുക. അപ്പോൾ എന്തിൻ്റെ ഏരിയ? ഏരിയ ഓഫ് സ്ട്രിപ്പ്. ഓക്കെ, അപ്പോൾ പ്രഷർ ഇൻറ്റൻസിറ്റി ρGH ഇൻറ്റു ഏരിയ ഓഫ് സ്ട്രിപ്പ് DA. ഓക്കെ അല്ലേ? അതെന്ത് തരും? നമുക്ക് പ്രഷർ ഫോഴ്സ് DF തരും. ഓക്കെ, അപ്പോൾ ആ 2 പോയിന്റ് ക്ലിയർ ആയി. അടുത്ത എന്താണ്? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ഹോൾ ഏരിയ. ഓക്കെ, ഹോൾ ഏരിയ ഉള്ള ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഹോൾ ഏരിയയിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ത്രൂ ഔട്ട് ആ ഏരിയയിൽ സം ചെയ്താൽ പോരെ? അപ്പോൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ DF. ഓക്കെ, എല്ലാ ചെറിയ പ്രഷർ ഫോഴ്സുകളും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ DF എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ρDH ഇൻറ്റു DA. ഓക്കെ അല്ലേ? ഇൻ്റഗ്രൽ ρDH ഇൻറ്റു DA. ഇനി ഇവിടെ നമുക്കൊരു സിമിലാരിറ്റി എഴുതി നോക്കാം, അല്ലെങ്കിൽ സൈൻ തീറ്റയ്ക്ക് വരാവുന്ന ഇക്വേഷൻസ്. സൈൻ തീറ്റ ഈ ആംഗിൾ അല്ലേ, എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് വരാവുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാ? H ബാർ ഡിവൈഡഡ് ബൈ Y ബാർ, അല്ലെങ്കിൽ H സ്റ്റാർ ഡിവൈഡഡ് ബൈ Y സ്റ്റാർ, അല്ലെങ്കിൽ നമുക്ക് H ഡിവൈഡഡ് ബൈ Y എന്ന് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇതിൽ നിന്നിട്ട് ഞാൻ എച്ചിനൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. H എന്തായിരിക്കും? H എന്ന് പറയുന്നത് Y ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ H എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? Y ഇൻറ്റു സൈൻ തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ഇക്വേഷനകത്ത് നമുക്ക് H ഉണ്ട് അല്ലേ. Hന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ρG Y സൈൻ തീറ്റ ഇൻറ്റു DA. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ρG സൈൻ തീറ്റ കോൺസ്റ്റൻ്റ് ആണ്, വൈയും DAയും ആണ് വേരി. Y എന്ന് പറയുമ്പോൾ എന്താണ്? ഡെപ്ത് ഫ്രം ഡിസ്റ്റൻസ് ഫ്രം OO ആക്സിസ് ടു ദ സ്ട്രിപ്പ്. DA എന്ന് പറയുമ്പോൾ സ്മോൾ ഏരിയ ചേഞ്ചിങ് അല്ലേ, ആർബിട്രറി ഷേപ്പ് ആകുമ്പോൾ ഓരോ സെക്ഷനിലും ഏരിയ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എഫിന് എന്ത് ഇക്വേഷൻ കിട്ടി? ρG സൈൻ തീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ YDA എന്ന് കിട്ടി. ഇനി ഇൻ്റഗ്രൽ YDA നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? AY ബാർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ മെക്കാനിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് AY ബാർ എന്ന് എഴുതാം. ഇതിൽ Y ബാർ എന്താണ്? നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്താണ്. ഡിസ്റ്റൻസ് ഓഫ് CG ഓഫ് inclined plane surface from OO axis. Okay, then നമുക്ക് ഫോഴ്സിനെ എങ്ങനെ എഴുതാം? ദിസ് ഫോഴ്സ് ക്യാൻ ബി ρG സൈൻ തീറ്റ. ഇൻ്റഗ്രൽ YDAക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? AY ബാർ എന്ന് കൊടുക്കാം. ഓക്കെ, ρG സൈൻ തീറ്റ ഇൻ്റഗ്രൽ YDAക്ക് പകരം എന്ത് കൊടുക്കാം? AY ബാർ. ഓക്കെ അല്ലേ? ഇനി സൈൻ തീറ്റ ഇൻറ്റു Y ബാർ നോക്കി. Y ബാർ ഇൻറ്റു സൈൻ തീറ്റ എന്താണ്? H ബാർ അല്ലേ. അപ്പം നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ρG H ബാർ ഇൻറ്റു A. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിനും ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിനും കണ്ട സെയിം ഇക്വേഷൻ ആണ് ρG A ഇൻറ്റു H ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ ഹോൾ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ρG A H ബാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പ്രോബ്ലത്തിനും വേണ്ടി വരും പഠിക്കുക. ρG A H ബാർ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെന്റർ ഓഫ് പ്രഷറിനെ പറ്റിയിട്ടാണ്. സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേന് ഹോൾ പ്രഷർ ഫോഴ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ എന്ത് പറയാ? സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വരുന്ന ഈ ഫോഴ്സ് ഓൺ സ്മോൾ സ്ട്രിപ്പ് എന്ന് പറയുന്നത് DF നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ρGH ഇൻറ്റു DA ആണ് അല്ലേ. അപ്പം അതിന് പകരം Hനെ എങ്ങനെ മാറ്റാം? നമുക്കറിയാം H ഡിവൈഡഡ് ബൈ Y ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പം Hന് പകരം എന്ത് കൊടുക്കാം? Y സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അപ്പം ρG Y സൈൻ തീറ്റ ഇൻറ്റു DA. ഓക്കെ, ഇനി മൊമെന്റ് ഓഫ് ഫോഴ്സ് DF എബൌട്ട് OO എത്ര വരും? DFന് OOയ്ക്ക് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുമ്പോൾ ഈ സ്മോൾ ഫോഴ്സ് DF ഇൻറ്റു ലിവർ ആം. ഓക്കെ അല്ലേ? അപ്പം DF നമുക്ക് ഇവിടെ കാണാം അല്ലേ? DF ഇൻറ്റു ലിവർ ആം എന്ന് പറയുമ്പോൾ എത്ര വരും? ലിവർ ആം എത്രയാണ്? Y ആണ് അല്ലേ? perpendicular distance between that force and the reference axis is nothing but Y. Okay, then നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ആവും?
റോ ജി സൈൻ തീറ്റ ഡി എ ഇൻറ്റു വൈ. ഇവിടെ 2 വൈ ഉണ്ട്, അതുകൊണ്ട് റോ ജി സൈൻ തീറ്റ വൈ സ്ക്വയർ ഡി എ എന്ന് എഴുതാം. ഓക്കെ, ഇത് മൊമെന്റ് ഓഫ് സ്മോൾ ഫോഴ്സ് ഡി എഫ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് സം ഓഫ് ഓൾ സച്ച് ഫോഴ്സസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ എക്സ്പ്രഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, റോ ജി സൈൻ തീറ്റ വൈ സ്ക്വയർ ഡി എന്ന് വരും. അവിടെ റോ ജി സൈൻ തീറ്റ കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്താ? Moment of inertia or second moment of area about which axis? About OO axis. So our answer is rho g sin theta I0. Okay ആണോ? Sum of moments കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ഫോഴ്സ്, നമ്മൾ കണ്ടുപിടിച്ച ടോട്ടൽ ഫോഴ്സ്, ഈ ഡി എഫുകളെല്ലാം സം ചെയ്ത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് എന്താണ്? എഫ് ആണ്. ഓക്കെ, ടോട്ടൽ ഫോഴ്സ് എഫ് എവിടെ കൂടാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്ടിങ് ത്രൂ ദ സെന്റർ ഓഫ് പ്രഷർ. So center of pressure will be at a distance y star from OO axis. So total pressure generate ചെയ്യുന്ന മൊമെന്റ് എങ്ങനെയായിരിക്കും? F into y star അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്താം? F into y സ്റ്റാറിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് മൊമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. റോ ജി സൈൻ തീറ്റ I0. ഓക്കെ, ഇവിടെ അപ്പം y സ്റ്റാർ എങ്ങനെ വരും? റോ ജി സൈൻ തീറ്റ I0, എഫ് ഡിനോമിനേറ്ററിൽ വരാം. ഓക്കെ അല്ലേ. ഇനി നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ, എച്ച് സ്റ്റാർ ഡിവൈഡഡ് ബൈ വൈ സ്റ്റാർ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. സോ എച്ച് സ്റ്റാർ വൈ സ്റ്റാർ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? എച്ച് സ്റ്റാർ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. വൈ സ്റ്റാർ ഇസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ഓക്കെ, അപ്പം വൈ സ്റ്റാർ ഇസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ബൈ സൈൻ തീറ്റ. പിന്നെ ഇവിടെ നമുക്ക് I0 ഉണ്ട് അല്ലേ. I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു OO ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ശരിക്കും നമുക്ക് OO ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണോ വേണ്ടത്? അല്ല. നമുക്ക് ഏതാ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിയാവുന്നത്? വി നോ ഓൺലി ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എനി ഒബ്ജക്ട് ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, നമുക്കിപ്പോൾ റെക്ടാംഗുലർ ആണെങ്കിൽ BD3/12, സർക്കുലർ ആണെങ്കിൽ πd⁴/64, നമുക്ക് എല്ലാത്തിൻ്റെ CGയിൽ കൂടെ പാസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലേ അറിയാവുന്നത്. സോ എന്ത് ചെയ്യും? നമുക്ക് വേറെ ഏതെങ്കിലും റെഫറൻസ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് തിയറമാണ് യൂസ് ചെയ്യുന്നത്? പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യും. Okay, according to parallel axis theorem, moment of inertia about an axis I0 is equal to moment of inertia about the center of gravity Ig plus area of that object into distance square. Okay, distance square, here distance എത്രയാണ്? Here distance center of gravity lo distance y bar, so y bar square. Okay, ഇത്രയും കാര്യം നമുക്കറിയാം. Y star ന്റെ ഇക്വേഷൻ എന്താണ്? Y star can be written as h star by sin theta. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. പിന്നെ നമുക്ക് y star ന് ഒരു ഇക്വേഷൻ കിട്ടി, റോ ജി സൈൻ തീറ്റ I0 by റോ ജി h bar അല്ലേ, അല്ലെങ്കിൽ റോ ജി സൈൻ തീറ്റ I0 ഡിവൈഡ് ബൈ എഫ് ആണ്. I0ക്ക് പകരം ഞാൻ എന്ത് ഇക്വേറ്റ് ചെയ്യുന്നു? I0 is equal to പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് Ig plus ഏരിയ ഇൻറ്റു y bar സ്ക്വയർ. ഇനി ഫോഴ്സിന് പകരം റോ ജി AH bar ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യുന്നു? എച്ച് സ്റ്റാർ മാത്രം ലെഫ്റ്റ് സൈഡിൽ കൊടുക്കും. എച്ച് സ്റ്റാർ മാത്രം ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ റോ ജി അതുപോലെ തന്നെ വരും. സൈൻ തീറ്റ എന്നുള്ളത് എന്തായിരിക്കും? ഈ സൈൻ തീറ്റയോടെ വരുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്നാവും. IG A y bar സ്ക്വയർ എന്ന് വരും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റോ ജി രണ്ടിടത്തും കോമൺ ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യും? സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ AH bar ഇൻറ്റു IG plus A y bar സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ y ബാറിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാം. y ബാറിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? എച്ച് ബാർ ഡിവൈഡഡ് ബൈ y bar is equal to h bar divided by sin theta. ഓക്കെ, സോ നമുക്ക് ഈ y ബാറിന് പകരം എന്ത് കൊടുക്കാം? h bar divided by sin theta സ്ക്വയർ കൊടുക്കാം y bar സ്ക്വയറിന് പകരം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? IG sin square theta by AH bar ആണ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം വരുമ്പോൾ എങ്ങനെ വരും? sin square theta into ഏരിയ into h bar square divided by sin square theta into AH bar എന്ന് വരും അല്ലേ. അപ്പോൾ sin square theta ക്യാൻസൽ ആകും, AA ക്യാൻസൽ ആകും, ഒരു h ബാറും ക്യാൻസൽ ആകും. എത്ര വരും? പിന്നെ അടുത്തൊരു h ബാർ മാത്രം അവിടെ ഉള്ളൂ അല്ലേ. അതുകൊണ്ടാണ് സെക്കൻഡ് ടൈം h ബാർ മാത്രമായിട്ട് മാറി. ഫസ്റ്റ് ടൈം IG സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ AH ബാർ എന്നായിട്ട് മാറി. ഓക്കെ, ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക്
എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ എന്തായി? ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇനി നമുക്ക് ഈ ഇക്വേഷൻ്റെ രണ്ട് പെർട്ടിക്കുലർ കേസുകൾ നോക്കാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററുകളിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഒരു പെർട്ടിക്കുലർ കേസ്. ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രീ സർഫസ് ഓഫ് വാട്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റെ പ്ലെയിൻ ഇരിക്കുന്നത്. ഓക്കെ, തീറ്റ എത്രയാണ്? 90 ഡിഗ്രി. തീറ്റ ഇസ് ഈക്വൽ ടു 90 ആകുമ്പം സൈൻ സ്ക്വയർ 90, സൈൻ 90 1 ആണ്, സൈൻ സ്ക്വയർ 90 1 ആവും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഐ ജി ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആയിട്ട് മാറും. എന്ത്? എച്ച് സ്റ്റാർ, ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ദ ഫ്രീ സർഫസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് ഇതാണ്. എൻ്റെ ഫ്രീ സർഫസ് എൻ്റെ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആയിട്ടാണ്, അല്ലെങ്കിൽ പ്ലെയിൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കിടക്കുക. ഹൊറിസോണ്ടലായിട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ എത്ര വരും? തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി അല്ലേ? തീറ്റ 0 ആണ്. സോ സൈൻ തീറ്റ എന്തായിരിക്കും? സൈൻ 0 ആയിരിക്കും. 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു എച്ച് ബാർ എന്ന് കിട്ടും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം ആണ്. എ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് 2 meter wide, you can see 2 meter here, and 3 meter deep lies in water in such a way that its plane makes an angle 30 degree with the free surface of water. So this theta will be 30 degree. Okay, determine total pressure and position of center of pressure when the upper edge is 1.5 meter below free surface of water. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വിഡ്ത്ത് ബി ഈസ് ഗിവൺ ആസ് 2 meter, ഡെപ്ത് ഡി ഈസ് ഗിവൺ ആസ് 3 meter. ഓക്കെ, ആൻഡ് തീറ്റ ഈസ് ഗിവൺ ആസ് 30 degree. പിന്നെ എന്താണ് തന്നേക്കുന്നത്? ഡിസ്റ്റൻസ് ഓഫ് അപ്പർ എഡ്ജ് ഫ്രം ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഡിസ്റ്റൻസ് ഓഫ് upper edge from free surface of water. Distance of upper edge from free surface of water is given as 1.5 meters. Okay, first നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? F is equal to rho g h bar into area A. Okay, rho എത്രയാണ്? 1000 kilogram per meter cube. G എത്രയാണ്? 9.81 meter per second square. H bar കണ്ടുപിടിക്കണം അല്ലേ? H bar എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. സോ H bar എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് AE എത്രയാണ്? 1.5 meter പ്ലസ് ദിസ് ഡിസ്റ്റൻസ് EB അല്ലേ? EBനെ നമുക്ക് 1.5 സൈൻ തീറ്റ എന്ന് എഴുതാമല്ലോ. സോ 1.5 സൈൻ 30. ഓക്കെ, 1.5 സൈൻ 30. അപ്പോൾ 1.5 പ്ലസ് 1.5 സൈൻ 30. സൈൻ 30 is 1/2. 1/2 into 1.5 0.75. 0.75 plus 1.25 will give you 2.25 meters. Okay അല്ലേ? അപ്പോൾ H bar is 2.25. So we can substitute here 2.25 into area. ഏരിയ എത്രയാണ്? ഏരിയ എന്ന് പറയുമ്പം 3 into 2 6 meter square. ഓക്കെ, സോ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫിൻ്റെ വാല്യൂ കിട്ടേണ്ടത് 132.435 kilonewton. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എച്ച് സ്റ്റാർ അല്ലേ? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ അല്ലേ? ഐ ജി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എത്രയായിരിക്കും? പി ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 12. ഡി എന്ന് പറയുന്നത് 2 meter, ഡെപ്ത് 3 meter. സോ 2 into 3 cube divided by 12. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നത് 4.5 meter raised to 4. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4.5 into സൈൻ സ്ക്വയർ 30. തീറ്റ 30 ഡിഗ്രിയാണ്. ഓക്കെ, സോ സൈൻ സ്ക്വയർ 30
ഡിവൈഡഡ് ബൈ ഏരിയ 6 മീറ്റർ സ്ക്വയർ. എച്ച് ബാർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 2.25 പ്ലസ് 2.25. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2.33 മീറ്റേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rectangular plane surface 3 meter wide and 4 meter deep lies in water in such a way that its plane makes an angle 30 degree with the free surface of water. Determine total pressure and position of center of pressure when the upper edge is 2 meter below free surface of water. Okay. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് നോക്കി. Breadth is 3 meter. Depth is given as 4 meter. Theta is given as 30 degree. And distance of upper edge from free surface. Distance of upper edge from free surface of water. എത്രയാണ്? 2 meters. Okay. ഇനി നമുക്ക് എന്ത് കാണേണ്ടത്? ഫസ്റ്റ് കാണേണ്ടത് ടോട്ടൽ പ്രഷർ. Total pressure force. Total pressure force equation എന്താണ്? Rho G H bar into area. Rho നമുക്കറിയാം വാട്ടർ ആണ്, സോ 1000 ആണ്. G is 9.81 meter per second square. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? H bar കണ്ടുപിടിക്കണം. H bar എന്ന് പറയുന്നത് ഈ ഹൈറ്റ് അല്ലേ? AE plus EB അല്ലേ? A is already 2 meters. EB എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 sin 30. Sin 30 1 by 2, 2 into 1 by 2, 1, 1 plus 2, 3 meters. So, H bar is 3 meters. Area എന്താണ്? Area എന്ന് പറയുമ്പം breadth into depth, 3 into 4, that is 12 meter square. So, multiplied by 12 will give you the pressure force as 353.167 kilonewton. Next, നമുക്ക് calculate ചെയ്യേണ്ട എന്താണ്? Center of pressure ആണ് അല്ലേ? Center of pressure H star. H starന്റെ equation എന്താണ്? IG sin square theta divided by AH bar plus H bar. H bar നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 3 meter ആണ് അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? IG വേണം. IG equation എന്താണ്? B D cube divided by 12. Breadth 3 meter, depth 4 cube divided by 12. Substitute ചെയ്യാം. ആൻസർ കിട്ടുന്നത് 16 meter raised to 4 എന്നാണ്. So, IG 16 into sin square 30 divided by area 3 into 4 12 meter square. H bar 3 meters plus 3 meters. Okay. Calculate ചെയ്യാം. ആൻസർ കിട്ടുന്നത് 3.11 meters ആണോ എന്ന് ചെക്ക് ചെയ്യാം. Okay.